നമ്മൾ പോകുന്ന ദ്വീപുണ്ടല്ലോ, അത് ആർട്ടിഫിഷ്യൽ ഐലൻഡാണ്, അതായത് കടലിൽ നികത്തിയിട്ടുണ്ടാക്കിയ ദ്വീപാണ്. അപ്പുറത്തെ റിസോർട്ട്, ആ റിസോർട്ടിനാണ് നമുക്ക് പോകേണ്ടത് ഇപ്പോൾ. പക്ഷെ അത് ഇങ്ങനെ കറങ്ങി പോകണം. റാ ടൈപ്പ്, ഞാൻ പറഞ്ഞത് റാ ടൈപ്പിലാണെന്നുള്ളത് ദ്വീപ് ഇറങ്ങിയിട്ട്. ചെങ്ങന്മാർ ഇന്ന് പോകുന്നത് ദ്വീപിലേക്ക് കേട്ടാ, അംവാജ് ദ്വീപിലേക്ക്. അതായത് ദമാമിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ദൂരമുള്ള ഒരു ദ്വീപുണ്ട്, അംവാജ് ഐലൻഡ്. അതായത് കടലിൽ നികത്തിയിട്ടുണ്ടാക്കിയത് റിസോർട്ടാണ്, അതായത് അംവാജ് റിസോർട്ട്സാണത്. കടലിൽ നികത്തിയിട്ടുണ്ടാക്കിയ ഒരു ദ്വീപാണ് അംവാജ് റിസോർട്ട്സ്. അംവാജ് റിസോർട്ടിലൊക്കെ ഞാൻ പോകുന്നത്. മുമ്പ് അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയി പിന്നെ ചെയ്യാം. അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയും അവിടുത്തെ കാഴ്ച. കോമ്പൗണ്ട് അത് തന്നെ ഇപ്പോൾ ഞാനുള്ളത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങാൻ മതി. വേറെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആ വഴിയിലല്ല, വേറെ വഴിയിലെ കൂടി ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. ഗേറ്റ് ഒന്നും തന്നെയാണ്, പക്ഷേ ആ ഗേറ്റിലേക്ക് എത്തുന്ന വഴികൾ മൂന്ന് വഴികളുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു വഴിയിലൂടെ പോകുന്നില്ല. ഇവിടെ ചെറിയൊരു പള്ളിയുണ്ട്, ഇവിടെ നിസ്കാര പള്ളിയാണ്. പള്ളി ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ ഇതുണ്ടാ സൗദി പെണ്ണാന്ന് ഒന്ന് പോക്കണ്ടില്ലേ, ഒരു ശ്രദ്ധയില്ല, ഒറ്റ എടുക്കൽ തന്നെ. ഇവരങ്ങനെ തന്നെ വണ്ടി വേദനേന്ന് നോക്കിയില്ലൊന്നുമില്ല. ഇപ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ എടുത്തിട്ടുണ്ട്. ഇവര് റോഡിലിറങ്ങി കഴിഞ്ഞാൽ ഇവരെ അഭ്യാസം കാണാം. എല്ലായിടത്തും കണക്കന്നെ. ലൈസൻസ് പെണ്ണുങ്ങൾക്ക് ലൈസൻസ് കൊടുത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട് സൗദിയിൽ. ഭയങ്കര റോങ് ഡ്രൈവിംഗ് ആണ് ഇവര്. സിഗ്നൽ ഒന്നുമില്ല, പെട്ടെന്ന് കട്ടാക്കും. അങ്ങനത്തെ എല്ലാം കഥയുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ടൊന്ന് പോകാൻ നോക്കാം. ഹൈവേയിലേക്ക് കയറുന്നുണ്ട്. നേരെ പോകുന്നത് ബക്കീക്ക് റോഡ്, ബക്കീക്ക് അല്ലസ റോഡിലേക്ക് പോകുന്ന ഹൈവേ ആണ്. നേരെ നമുക്ക് പോകേണ്ടത് ലെഫ്റ്റ് കട്ടാക്കി സ്ട്രൈറ്റ് പോകണം. റൈറ്റ് കട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പോകുന്നത് എയർപോർട്ട് റോഡ്, പിന്നെ ജുബിൽ റോഡാണ്. നമുക്ക് റൈറ്റ് കട്ടാക്കിയാൽ ജുബിൽ റോഡ്. നമുക്ക് പോകേണ്ടത് നേരെ അവിടെ ബോർഡാണില്ല. ദമാമ്, ഖത്തീഫ്, ദരാസിനോ, ജുബൈലൊക്കെ റൈറ്റിലേക്ക്, നമുക്ക് സ്ട്രൈറ്റ്. നല്ല അടിപൊളി സ്റ്റൈലൊക്കെ ആക്കിയിട്ട് എന്തെല്ലോ ആക്കുന്നുണ്ട്. റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ്. ദമാം ഏരിയ ഉണ്ടല്ലോ, ദമാം ഏരിയയിൽ ട്രാഫിക് കുറവാണ്. റിയാദിനെ പോലെ, റിയാദിൽ ഭയങ്കര ട്രാഫിക് അല്ലേ, പക്ഷെ ദമാമിൽ അങ്ങനെ ട്രാഫിക് ഒന്നുമില്ല. റോഡൊക്കെ പക്ഷേ ഇവിടെ ഫസ്റ്റ് ഇപ്പോൾ എന്നാൾക്ക് റോഡൊക്കെ ഒരു ഡൗട്ട് ആവട്ടാ. അങ്ങനെ പല ഭാഗത്തേക്ക് കൂടി ഇങ്ങനെ റോഡ് പോകുന്നുണ്ട് ഇതിലൂടെ. ഞാനിവിടെ ഫസ്റ്റ് വന്ന സമയത്ത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ട്രെയിൻ പോകുന്നുണ്ടോ, ഗുഡ്സ് ആണെന്നുണ്ടോ. ഇത് പിന്നെ ദമാമിന്ന് റിയാദിലേക്കുള്ള ട്രെയിൻ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ട്രെയിനിൻ്റെ എക്സ്പ്ലോർ ചെയ്യണം. ദമാമിന്ന് റിയാദിലേക്ക് ട്രെയിൻ ഉണ്ട് ഇവിടെ. അബ്കീക്ക്, കുവൈത്ത്, റിയാദ്, ദമാം ഈ വഴിയിലേക്ക് പോവാം. നാസ്റ്റ് ആക്കിയിട്ടാണ് അപ്പോൾ പോകുന്ന വൈകുന്നേരത്തും പമ്പിൽ കയറിയിട്ടിട്ട് നല്ല കറക്റ്റായും പൊറോട്ടയും കിട്ടും. വാങ്ങിയിട്ട് പോകണം, നല്ല വിഷമമുണ്ട്. പിന്നെ സ്പീഡ് ലിമിറ്റ് 120 കേട്ടോ. എക്സിറ്റ് ഇറങ്ങിയിട്ട് റൈറ്റിൽ ഇറങ്ങിയിട്ട് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ബഹറിലേക്ക് പോവാം. പിന്നെ റൈറ്റിലേക്ക് സ്ട്രൈറ്റ് കഴിഞ്ഞാൽ തമാമിലേക്കും പോകാം കേട്ടോ. അതായത് എയർപോർട്ടും പോകാം. ഈ റോഡിലേക്ക് കൂടി എയർപോർട്ടിലേക്ക് കയറാം. റൈറ്റിലേക്ക് കയറിയാൽ ബഹ്റൈൻ, അതായത് ഇത് സ്ട്രൈറ്റ് ആണെങ്കിലല്ലേ ബഹ്റൈന് ഫസ്റ്റ് എക്സിറ്റ് ഇല്ല, രണ്ടാമത്തെ എക്സിറ്റ്. അത് രണ്ടാമത്തെ എക്സിറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ റൗണ്ട് കറങ്ങിയിട്ട് ലെഫ്റ്റിലേക്ക് നിന്ന് പോകേണ്ടത്. ഈ റോഡ് നേരെ ലെഫ്റ്റിലേക്കാണ് ബഹ്റൈനിലേക്ക് പോകേണ്ടത്. നമ്മൾ അവിടെ വന്ന ഇതുണ്ടല്ലോ, നമ്മൾ വിട്ട സ്ഥലം, അവിടുന്ന് സ്ട്രൈറ്റ് പിന്നെ ഖോബാറിൽ വരും. ഖോബാറിൽ നിന്ന് ബഹ്റൈനിലേക്ക്, അതാണ് എളുപ്പ വഴി. നമുക്ക് അവിടുന്ന് ഇവിടെയുള്ളവർക്ക് ഇങ്ങനെ പോവാം. നമുക്ക് ബഹ്റൈനിലേക്ക് എളുപ്പമല്ലേ. ഞാൻ ഒരുപാട് പ്രാവശ്യം ബഹ്റൈനിലേക്ക് പോയിട്ടുണ്ട് ഇവിടുന്ന് വണ്ടി കൊണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, എന്തായാലും കണ്ടു. എക്സിറ്റ് ഇറങ്ങി പമ്പിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അവിടെ നല്ല ചായയും പൊറോട്ടയൊക്കെ കിട്ടും. അതിൻ്റെ ഭയങ്കര ബ്ലോക്ക്, ഫുള്ള് ട്രെയിലറും ട്രക്കും. എന്താ ഈ പമ്പിൽ മൊത്തം ട്രെയിലറാണ്, ഫുള്ള് ട്രെയിലറിൻ്റെ കളിയാണ് ഇതിനകത്തും. അങ്ങനെ തമാമിൽ സീപോർട്ടുള്ളതുകൊണ്ട് സീപോർട്ടിൽ നിന്ന് ഓരോ ഭാഗത്തേക്ക് പോകുന്നത്, അലസയിലേക്കും ഒരു ഭാഗത്തേക്ക് റിയാദിലൊക്കെ പോകുന്ന ട്രെയിലറാണ്. അതിൻ്റെ പള്ളിയുണ്ട്, സൂപ്പർ മാർക്കറ്റുണ്ട്, വലിയ പമ്പ. അവിടെ കുറേ ഷോപ്പുണ്ട്, കോഫി ഷോപ്പ്, കറക്റ്റായ ചപ്പാത്തി ഇതൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് കറക്റ്റായും പൊറോട്ട വാങ്ങാം.
ഇറങ്ങിയിട്ട് ആ പമ്പിലൊന്നും ഉണ്ടായിട്ട. അങ്ങനെ ഇപ്പോൾ വേറൊരു പമ്പിലേക്ക് എത്തിയിട്ട് അടുത്തൊന്നുമില്ല. അടിച്ചാൽ കുറേ ദൂരം അടുത്തടുത്ത് പമ്പൊന്നുമില്ല, കുറേ ദൂരെ പമ്പുള്ളൂ. ഒരു ഗോ പമ്പ്. പമ്പിൻ്റെ അപ്പുറത്ത് കുറച്ച് കടകളൊക്കെ ഉണ്ട്. നമുക്ക് പോകേണ്ടത് തന്നെ ആ സിഗ്നൽ റൈറ്റ് ആവണ്ട. നമുക്ക് റൈറ്റിലേക്ക് ഇവിടുന്ന് ഉള്ളിൽ കയറിയിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് കയറാം. ആ റോഡിലാണ് പോകേണ്ടത്, കാണുന്ന റോഡിലെ അതിലാണ് പോകേണ്ടത്. നമുക്ക് ചെറിയൊരു ബൂഫയുണ്ട്, ഇതെന്താ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് വിടാം. ടാങ്കിന് വേണ്ട, ടാങ്കിന് കുറച്ച് മധുരവും സ്വീറ്റ്സും കാര്യമില്ലായിട്ട് അത് നമുക്ക് ബൂഫിയുണ്ട്. ബൂഫി എന്നൊക്കെ നോക്കാം. ബൂഫിയിൽ കയറിയിട്ട് യമനിൻ്റെയൊക്കെ ഉണ്ടാവും. എച്ച്1 വണ്ടി കേട്ടോ വന്നത്. എച്ച്1 വണ്ടിയിൽ വന്ന് താഫത്തിട്ട എച്ച്1 നമ്മൾ ബൂഫിൽ കയറി. അപ്പോൾ പൊറോട്ട ഉണ്ട്, യമനിൻ്റെയാണ്. അപ്പോൾ പൊറോട്ടയുണ്ട്, കറക്റ്റായില്ല, സാദാ ചായയും പൊറോട്ടയും കഴിച്ചിട്ട് വിടാം. റണ്ണിങ്ങിൽ വിടും. പുറത്ത് നല്ല വെയിൽ കേട്ടോ, നല്ല വലിയൊരു പമ്പ് തന്നെ കേട്ടോ. പക്ഷെ ഭയങ്കര വെയിൽ. പക്ഷേ ഇവിടെ ഒരു മാർക്കറ്റ്, ജൂലി മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റാണ്. ഇതെന്ത് സാധനം? പച്ചക്കറിയാ, ഈത്തപ്പഴവും കാര്യമൊക്കെ ഉണ്ടല്ലോ, പച്ചക്കറി. ഇത് ഇതാ കുബൂസ്, ഇതൊക്കെ ഉണ്ട്, ഉണങ്ങിയ കുബൂസൊക്കെ. ഇതൊക്കെ ഒട്ടകത്തിന് കൊണ്ടാൻ വേണ്ടിയിട്ടാണ്, ഒട്ടകത്തിന് തീറ്റയാ. മരുഭൂമിൻ്റെ ഉള്ളിൽ കൊണ്ടാൻ വേണ്ടിയിട്ട് ഒട്ടകത്തിന് തീറ്റി. ഇത് പഴയ കുബൂസ് കാര്യമൊക്കെ, പഴയ കുബൂസ് ഇലകൾ ഇതെല്ലാം മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഒട്ടകത്തിന് തീറ്റ. നമ്മൾ പോകുന്ന ദ്വീപുണ്ടല്ലോ, അത് ആർട്ടിഫിഷ്യൽ ഐലൻഡാണ്. അതായത് കടലിൽ എത്തിയിട്ടുണ്ടാക്കിയ ദ്വീപാണ്. നല്ല രസമുണ്ടാവും, കാഴ്ചകൾ കാണാൻ ഭയങ്കര രസമാണ്. റിസോർട്ട്, ഒരുപാട് റിസോർട്ടുണ്ട് ലീസിനെടുത്തിട്ട്. നമ്മൾ ഗഫീലിന് അവിടെ 12 വില്ലകളാണുള്ളത്. ലീസിനെടുത്തിട്ടായിട്ട് ഡെയിലി റെൻറ്റ് കൊടുക്കുന്നത്. ഡെയിലി റെൻറ്റ് ഏകദേശം 2500-3000 രൂപ. പിന്നെ സീസണാകും, അതായത് വീക്കെൻഡിൽ 3500-4000 റിയാൽ വരെ വീക്കെൻഡിൽ വാങ്ങിക്കുന്നത്. നല്ല കാഴ്ച, നല്ല അടിപൊളി വൈബാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. അതായത് ഒരുപാട് വില്ലകൾ. നമ്മൾ കഫീലിനോട് 12 വില്ലകളാണ്. 12 വില്ലകൾ ലീസിനെടുത്തിട്ടായിട്ട് ഡെയിലി റെൻറ്റ് കൊടുക്കുന്നത്. ഏകദേശം 2500-3000 വരെ ഡെയിലി റെൻ്റ് ഉണ്ട്. 3000 റിയാൽ, ഏകദേശം നാട്ടിലെ 60,000-70,000 രൂപ. വീക്കെൻഡിൽ 3500 റിയാൽ വേണ്ട. വീക്കെൻഡിൽ 3500-4000 റിയാൽ വരെ വീക്കെൻഡിൽ വാങ്ങിക്കും. പിന്നെ ഗൾഫിൽ മറ്റേ നമ്മളെ കടലിൽ പോകുന്ന ബൈക്കുണ്ടല്ലോ, സീസ്കൈ, അതൊക്കെ ഉണ്ട്. ഒരു 6 ഉണ്ട്. അത് നമുക്ക് അവിടെ പോയി നല്ല കാണാം. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചാൽ പൊറോട്ടയും നല്ല ചായ വാങ്ങി, കറക്റ്റ് ചായ വാങ്ങി കുടിച്ച് ഇപ്പോൾ പോയിക്കൊണ്ടുള്ളത്. ഇത് നമ്മൾ പോകുന്ന റോഡല്ല, അല്ലസാർ റോഡാണ്. അല്ലസാർ ഖത്തറിലേക്ക് പോകുന്ന റോഡായിരുന്നു. അല്ലസാർക്ക് പോകുന്നത്. അല്ലസാർ കഴിഞ്ഞ് പിന്നെ ഖത്തറിലേക്ക് പോകുന്ന റോഡായിരുന്നു. വിജനമായ മരുഭൂമികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സൈഡ് ഫുൾ കടലാണ്. ശരി, ഈ കാണുന്നത് പിന്നെ അതിനപ്പുറം കടല. കുറച്ചപ്പുറം എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് കടലുണ്ട്. ഈ സൈഡ് ഫുള്ള് കടലാണ് കാണുന്നത്. അപ്പം അംവാജ് ബീച്ച് ക്ലബ്ബ് എന്നിട്ട് ഒരു ക്ലബ്ബുണ്ട് അവിടെ. ഭയങ്കര എൻ്റർടൈൻമെൻ്റ് അവിടെ ഒന്നും ഞാനും. ആ സൈഡ് ഫുള്ള് ബീച്ചിൽ കൂടി റോഡുണ്ട്. ആ സൈഡ് കേട്ടോ. ലാസ്റ്റ് വൈകുന്നേരം ആൾക്കാർ വന്നിട്ടായിട്ട് ഫുൾ ഫാമിലി സൗദികൾ വന്നിട്ടായിട്ട് നിൽക്കുന്ന സ്ഥലത്ത്. ചില ഏരിയയിൽ അവിടെ പിന്നെ ഫാമിലിക്ക് മാത്രമേ അലൗഡ് ഉള്ളൂ കേട്ടോ. ബാച്ചിലർക്ക് അലൗഡ് ഇല്ല. ഈ കുറച്ചപ്പുറത്ത് ഫാമിലി മാത്രമേ അലൗഡ് ഉള്ളൂ. ബസ്സിലേക്ക് 112 കിലോമീറ്റർ. ആ ദൂരെ കാണുന്നുണ്ടാവും. അതിന് ബിൽഡിങ്ങൊക്കെ കിട്ടുന്നുണ്ട്. അതായത് കൺസ്ട്രക്ഷൻ വർക്ക് നടന്നിട്ട് പകുതിയാക്കി വെച്ചിട്ടുള്ളത്. പള്ളിയുണ്ട്, കുറേ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. ഏകദേശം ഞാൻ കാണാൻ തുടങ്ങിയത് 3.5 വർഷമായി. 15 വർഷങ്ങൾ മുമ്പേ അവിടെ പണിത് അങ്ങനെ സ്റ്റേ ആയിട്ടുള്ളത്. എന്ത് കാരണം എന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞ കണ്ടില്ലേ, പള്ളിയുണ്ട്, കുറേ ബിൽഡിങ്ങുകൾ കെട്ടിയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. മൊബൈൽ ടവറുണ്ട് അവിടെ, അടിപൊളിയല്ല. അപ്പുറത്തെ ബീച്ച് റോഡ് കേട്ടോ. ആ സൈഡ് കാണുന്നത് ബീച്ച് റോഡാണ്. അതിനപ്പുറത്തെ റോഡ് ഖത്തറിലേക്ക് പോകുന്ന വണ്ടിയാണ്. സ്ട്രൈറ്റ് ചെയ്ത് ഖത്തറിലേക്ക് പോകുന്ന റോഡാണ്. പിന്നെ സ്പീഡ് ലിമിറ്റ് 100 ഉള്ളൂ. കുറച്ചപ്പുറം ബ്രിഡ്ജ് കഴിഞ്ഞാൽ പിന്നെ 120. ക്യാമറ കാണുന്നത് ഒരു റിസോർട്ടാട്ടോ. ഭയങ്കര സെറ്റപ്പ് റിസോർട്ടാണ് അവിടെ കാണുന്നത്. ഭയങ്കര രസമുണ്ട്. അവിടെ നല്ല വില്ലകളുണ്ട്. പിന്നെ നല്ല ഗോവ ബീച്ച് പോലെ പുറത്ത്, അതായത് ചെറിയ പിന്നെ ടെൻ്റൊക്കെ ഇട്ടിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ. ഭയങ്കര അടിപൊളി വൈബാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഫുള്ള് പാട്ടും കുത്തും പറയാൻ വേണ്ട. അവിടെ ബീച്ചും ഫുള്ള് എല്ലാവരും അവിടെ ഇരുന്ന് കുളിക്കുന്ന കാണാം. ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട്, സൗദികളൊക്കെ വന്നിട്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് അതിനകത്ത്. അതാണ് നമ്മൾ പോകുന്ന റോഡ്. ജന്മായ റോഡ്. ഇപ്പോൾ 120
120 സ്പീഡ് ലിമിറ്റ് ഇവിടെ. സ്ട്രൈറ്റ് ഖത്തറിലേക്ക് പോകുന്ന റോഡായത്. ഖത്തർ ആ കാണുന്നത് റാഡിസന്റെ ആണ്. റാഡിസൺ ബ്ലൂന്റെ റിസോർട്ടാണ് കാണുന്നത്. അതിന്റെ ബാക്കിൽ തന്നെ കടല്. നല്ല അടിപൊളി വൈബാണ്. റാഡിസൺ ഹോട്ടലാണ് കാണുന്നുള്ളത്. റാഡിസൺ ബ്ലൂ. അതിനപ്പുറം പിന്നെ ലുലുവിൻ്റെ ഉണ്ട് കേട്ടോ. ലുലുവിൻ്റെ പ്രൈവറ്റ് റിസോർട്ട് ഉണ്ട്. പിന്നെ താമര റിസോർട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളെ അംബാജ് റിസോർട്ട്. ഇപ്പോൾ റാഡിസൺ അത് കഴിഞ്ഞാൽ അതിനപ്പുറത്ത് താമര കഴിഞ്ഞിട്ടാണ് നമ്മളത് അംബാജ് റിസോർട്ട്. അതിനപ്പുറത്ത് നല്ല കടലാട്ടാ. അതാണ് നല്ല കടലാണ്. പുതിയ പ്രൊജക്റ്റൊക്കെ വരുന്നുണ്ട് ഈ താമരയിൽ. മരുഭൂമിയാണ് കേട്ടോ. അതായത് ഖത്തറിലേക്ക് പോകുന്ന റോഡല്ല. ഖത്തറിലേക്ക് പോകുന്ന റോഡ്. കിലോമീറ്ററോളം പമ്പും കാര്യമൊന്നുമില്ല കേട്ടോ. ഇതാണ് താമര റിസോർട്ട്. റിസോർട്ടിന്റെ എൻട്രൻസ് ഇതിലാണ് താമര റിസോർട്ട്. ഇത് താമര റിസോർട്ട്സ് പറയുമ്പോൾ നമ്മളെ കൂർഗിലുണ്ട്, കൊടകിലുണ്ട് താമര. അതിൻ്റെ അവർ കമ്പനി തന്നെയാണെന്നുള്ളത് അറിയില്ല കേട്ടോ. അതിനപ്പുറത്താണ് നമ്മളെ അംബാജ് റിസോർട്ട്. ഇവിടെ ക്യാമറ ഉണ്ട്, അതുകൊണ്ട് ഞാൻ മൊബൈൽ താത്താട്ടാ. നമ്മളെ അംബാജ് റിസോർട്ട്സിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അപ്പുറം കാണുന്നത് കടലാട്ടാ. കടലിനപ്പുറത്ത് ഒരു കുന്ന് കാണുന്നുണ്ട്. അത് ഒരു ദ്വീപാണ്. അതിലിപ്പോൾ ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അത് മിലിറ്ററിൻ്റെ ക്യാമ്പാണ് അവിടെ. വിജനമായ സ്ഥലം. മരുഭൂമികൾ മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ തന്നെ ചെറിയൊരു യൂട്ടേൺ ഉണ്ടാവും. പക്ഷേ ആ യൂട്ടേൺ ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത്. ഇപ്പോൾ നമ്മളെ റിസോർട്ട് അവിടെ നിന്ന് ഏകദേശം 6.5 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് യൂട്ടേൺ ഉള്ളത്. ആ യൂട്ടേൺ എടുത്തിട്ട് വീണ്ടും തിരിച്ചങ്ങോട്ട് തന്നെ പോകും. ബത്ത ബോർഡറൊക്കെ ഇതിൽ പോയി കഴിഞ്ഞാൽ ബത്ത ബോർഡർ ഇട്ടു കേട്ടോ. നമുക്കിത് കാണുന്നതാണ് യൂട്ടേൺ. എക്സിറ്റ് ഇറങ്ങിയിട്ട് യൂട്ടേൺ എടുത്തിട്ട് തിരിച്ച് വീണ്ടും ഇതേ മൊബൈൽ അങ്ങോട്ടേക്ക് തന്നെ പോകണം. ഒക്കെ മിലിറ്ററി കൊമ്പുണ്ട്. ആ കാണുന്ന മിലിറ്ററി ക്യാമ്പാണ് അങ്ങ് കാണുന്നത്. ലോങ്ങിൽ കാണുന്നത് ഇതൊരു കമ്പനീൻ്റെ ക്യാമ്പായത്. ലേബർ ക്യാമ്പ്. പക്ഷെ എല്ലാം പൊട്ടിപ്പാളിച്ച് പൊളിഞ്ഞിട്ടാണല്ലോ. കമ്പനി പൊട്ടിപ്പോയിട്ടുണ്ടാവും. ഒന്നുമില്ല. AC ഒക്കെ ഉണ്ട്. ACൻ്റെ കവറൊക്കെ ഉണ്ട്. എല്ലാം നല്ല പൊട്ടിപ്പാളിസായി. നമുക്കിത് കിട്ടിയപ്പോൾ ഇങ്ങനെ യൂട്ടേൺ എടുത്തിട്ടാണ് പോകേണ്ടത്. അതിപ്പോൾ ഖത്തറിലേക്ക് പോകുന്ന സ്ട്രൈറ്റ് റോഡ്. അപ്പോൾ യൂട്ടേൺ തിരിച്ച് അത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോവാം. ദമാമിലേക്ക് 67 കിലോമീറ്റർ. ഖോബാർ 64 കിലോമീറ്റർ. ദമാമിലേക്ക് 67 കിലോമീറ്റർ ആകും. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കിലോമീറ്റർ കൂടും. കാരണം ഇപ്പോൾ യൂട്ടേൺ എടുക്കാൻ വേണ്ടി കുറേ ദൂരം പോയില്ലേ. ഇപ്പോൾ 70 മേലെ പോകും. 73 കിലോമീറ്റർ ആയിട്ട് വരും ദമാമിൽ നിന്ന് ഇപ്പോൾ ഈ റിസോർട്ടിലേക്ക് വരുമ്പോൾ. നമുക്ക് റിസോർട്ടിൻ്റെ അകത്തെത്തിയുള്ള അവിടുത്തെ കാഴ്ചകൾ കാണാം. സോ ഫൈനലി നമ്മളിപ്പോൾ നമ്മളെ റിസോർട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അംബാജ് ഐലാൻഡ്, അംബാജ് റിസോർട്ട്. അംബാജ് റിസോർട്ടിൻ്റെ കവാടത്തിലേക്ക് എത്താറായി. ഇതാണ് നമ്മളെ അംബാജ് റിസോർട്ട്. പുറത്ത് തന്നെ ഒരു ബക്കാലുണ്ട്. ഈ ബക്കാല മാത്രമേ ഈ ഭാഗത്തുള്ളൂ കേട്ടോ. എത്രയോ കിലോമീറ്ററോളം ഈ ബക്കാല വേറെ ഒരു ബക്കാലില്ല. ഈ ഒറ്റൊരു ബക്കാലുള്ളൂ. ഇതാണ് നമ്മുടെ റിസോർട്ടിലുള്ള എൻട്രൻസ്. അവിടെ ലേഡീസ് ഉണ്ട്. അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. പാകിസ്ഥാനിൽ നിന്നൊന്നുമില്ല. പാകിസ്ഥാനി ഫാമിലിയാണ്. അല്ല, പാകിസ്ഥാനി ഡ്രൈവറൊക്കെ ലോങ് നടന്ന് വരുന്നതാണ്. പാകിസ്ഥാനി ഫാമിലി ലോങ് നിന്ന് വരുന്നത്. അതാണ് ബക്കാല കേട്ടോ. ഇത് ബക്കാല ഇവിടുന്ന് എൻട്രൻസ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്തുനിന്ന് റിസോർട്ടിൻ്റെ അകത്തുനിന്ന് എൻട്രൻസ് ഉണ്ട് ബക്കാലിലേക്ക്. റിസോർട്ടിൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടുന്ന് ഇത് ലോങ് നടന്ന് വരുന്ന വണ്ടിയിൽ തോന്നുന്നു. അവർ എൻട്രൻസിലൂടെ കാണിക്കുന്ന പേര് കാര്യമൊക്കെ പറയണം. എന്നാലും അത് എൻട്രൻസ് നമ്മൾ പിന്നെ പേരല്ല. നമ്മളെ മാഡത്തിൻ്റെ പേര് പറഞ്ഞാൽ 12 പിന്നെ വില്ലാന്നിട്ടാണ് നമ്മൾ കഫീലിന്. സ്വന്തമല്ല, ലീസ് എടുത്തിട്ട് ഡെയിലി റെൻ്റ് കൊടുക്കുന്നു. ഡെയിലി 3000. ചിലപ്പോൾ സീസൺ അല്ലാത്ത ദിവസങ്ങളിൽ 2500 അങ്ങനെയൊക്കെയാണ്. വീക്കെൻഡിലൊക്കെ 3500, 4000 അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. വരുന്നത് ലോങ് എന്ന് വന്നേ തോന്നില്ല. ഫുള്ള് അർമാദിക്കാണ്ട് വന്നില്ല. ഫുള്ള് ടെൻറ്റും കാര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കയറാം. അവർ കയറുന്നുണ്ട്. ഓക്കെ, അകത്ത് കയറിയിട്ടാ. ഗേറ്റിനകത്ത് കയറി. അത് നമുക്ക് കൂടെ സ്ട്രൈറ്റ് ആണ്. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങോട്ട് റൈറ്റിലേക്ക് കട്ടാന്ന് വെച്ചാൽ ഇവിടെ കഫീലിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, റൈസിങ് കടലിൽ റൈസ് ചെയ്യാൻ പറ്റിയ സാധനമുണ്ട്. ഇതും അതിൽപ്പെട്ട തന്നെ. അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ട് ലാസ്റ്റിൽ പോയിട്ട് ലാസ്റ്റ് അതിന് സെപ്പറേറ്റ് ചെറിയ ജെട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മളെ കഫീലിൻ്റെ ഒരു പാർട്ണറുണ്ട് കേട്ടോ. ജെട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഏകദേശം 9 സ്റ്റാഫായിട്ടുണ്ട്. അതിൽ ഒരു മാനേജർ സൗദി, പിന്നെ 2 സുഡാനികളായിട്ടും അതിൽ പിന്നെ ഇവർ
ഗാർഡ്, പിന്നെ 5-6 ബംഗാളികളൊക്കെ ഉണ്ട്. ഫുൾ സെറ്റപ്പിൽ ഇതുണ്ട്. ലോങ് നിന്ന് വന്ന ബസ്സൊക്കെ ആയിരിക്കും. ഫുൾ ഫാമിലിയായിട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഫുള്ള് ഇതേപോലെ ചെറിയ ചെറിയ വില്ലകളുണ്ട്, റിസോർട്ടുണ്ട്. പിന്നെ ഇതാ കടൽ നികത്തിയിട്ട് പിന്നെ ഉണ്ടാക്കുന്നില്ല, മണൽ കൊണ്ടിട്ടിട്ട് ഇങ്ങനെ നികത്തിയിട്ട് ഉണ്ടാക്കുന്ന തന്നെ. ഇതൊക്കെ ഇവിടെ ഈ ഭാഗത്ത് കടലായിരുന്നു. അപ്പോൾ അതെല്ലാം കടൽ നികത്തിയിട്ട് ഇവിടെയൊക്കെ വില്ലകൾ പണിത് കഴിഞ്ഞു. ഇതാണ് ആ സൈഡ് കാണുന്ന കടൽ. ഇതൊരു പിന്നെ റിസോർട്ട് ഉള്ളത് ഒരു പിന്നെ റാ ടൈപ്പിലാണ്. അതായത് അകത്തേക്ക് കടലിങ്ങനെ വലിച്ചിട്ട് അപ്പോൾ ആൾക്കാർ ഇതിൻ്റെ ബാക്ക് സൈഡും ബാക്ക് വാട്ടറായിട്ട് വരുമല്ലോ. ആ സൈഡ് കടലാണ് ആ ബാക്കിൽ കാണുന്നത്. ഇപ്പുറം വില്ലകൾ, ഇതിനപ്പുറം പിന്നെ ബാക്കിൽ കടൽ. അപ്പോൾ നമ്മളെ ജട്ടിയിലേക്ക് എത്തി. ബോട്ട് ജട്ടി ഏതാണ്ടില്ലേ, നല്ല അടിപൊളി വൈബല്ലേ. ഇന്ന് ആരും ഇല്ലല്ലോ, ഇന്ന് സ്റ്റാഫൊന്നും ഇല്ലല്ലോ. എന്താ ഇന്ന് ലീവാണ്? എന്തോ അടച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആരും ഇല്ല ഇന്ന്. നോക്കാൻ നമുക്ക് ഇറങ്ങിയിട്ട് നോക്കാം എന്താണ് കഥയെന്ന് അറിയില്ലല്ലോ. ഏതായാലും ഇറങ്ങിയിട്ട് നോക്കാം. നല്ല സെറ്റ് വേണ്ട. ഇതൊക്കെ കടൽ നികത്തിയിട്ടുണ്ടാക്കുന്ന അപ്പുറത്തുള്ള കടലാണ് കാണുന്നുണ്ട്. ആരും പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അതിനകത്ത്. ആ ഉണ്ട് കേട്ടോ, ആളുണ്ട് അതിനകത്ത്. പക്ഷെ ഇപ്പോൾ ഹിന്ദി പാട്ടല്ല, അതിനകത്ത് ബംഗാളികളുണ്ടാവും. ഇത് പിന്നെ ഏതാ അപ്പുറത്തെ റിസോർട്ട്, ആ റിസോർട്ടിനാണ് നമുക്ക് പോകേണ്ടത് ഇപ്പോൾ. പക്ഷെ അത് ഇങ്ങനെ കറങ്ങി പോകണം. റാ ടൈപ്പാണ്, ഞാൻ പറഞ്ഞത് റാ ടൈപ്പിലാണെന്നുള്ളത്. തിരികെ വന്നാക്കിയിട്ട് സേഫ്റ്റി ജാക്കറ്റെല്ലാം ഉണ്ട്. സേഫ്റ്റി ജാക്കറ്റ് ഇതൊക്കെ വെച്ചിട്ട് ഇതാണ് കേട്ടോ. എല്ലാം അടച്ചു വെച്ചിട്ട് ഇപ്പം വൈകുന്നേരം ആകുമ്പോഴേക്ക് ഫുള്ള് ഇതിന് പൈപ്പ് വരിക. ഇവിടെ പാട്ട് വെച്ചിട്ട് അവർ ഉറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. സേഫ്റ്റി ജാക്കറ്റ് ഇത് 6 കേട്ടോ. ഇത് മണിക്കൂറേക്ക് 350 റിയാലാണ് മണിക്കൂറേക്ക് വാങ്ങിക്കുന്നത്. പിന്നെ 15 മിനിറ്റേക്ക് വാങ്ങിക്കും. 15 മിനിറ്റേക്ക് 100 റിയാൽ വാങ്ങിക്കും. സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസം, നല്ല വൈബുള്ള സ്ഥലം. നല്ല നീലക്കടൽ, നല്ല നിലം കാണുന്നുണ്ട്. ഇതിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഫുൾ സെറ്റപ്പ് ഉണ്ട്. ഇതാണ് ഒരു സ്റ്റാഫ്, ബംഗ്ലാദേശിയാണ് സ്റ്റാഫ്. പിന്നെ ഒരു സുഡാനിയുണ്ട്. ഇപ്പോൾ വൈകുന്നേരം അതിൻ്റെ പൈപ്പുകൾ ഇപ്പോൾ ഉച്ച സമയത്തൊന്നും അങ്ങനെ ആരും ഉണ്ടാവില്ല. വൈകുന്നേരം ആകുമ്പോൾ നല്ല ആൾക്കാരുണ്ടാവും. മണിക്കൂറേക്ക് 350 റിയാലാണ് വാങ്ങിക്കുന്നത്. ये कितना है? इसमें कितना लेते हैं? ये भी भाड़े पे जाते हैं ना? ये कितना लेते हैं? 10 आदमी जाते इसमें। और पैसा कितना? 1 घंटा 600 रियाल। अच्छा, वो बाइक 1 घंटा 350 ना? बाइक 600 है अभी? 1 घंटे के 600 है क्या? ഒരു മണിക്കൂറൊക്കെ 300. അതായത് 15 മിനിറ്റ് 150. അരമണിക്കൂറേക്ക് ഇത് 15 മിനിറ്റേക്ക് ബോട്ട് 10 പോവാ. 15 മിനിറ്റേക്ക് 200 അത് 15 മിനിറ്റേക്ക് 150. അരമണിക്കൂറേക്ക് 300, 1 മണിക്കൂറേക്ക് 600 കേട്ടോ. മണിക്കൂർ 600. ആദ്യം 350, പക്ഷെ 350 600. നല്ല അടിപൊളി വൈബാണ്. ബോർഡറൊക്കെ ഉണ്ട്, കറങ്ങാൻ പറ്റിയ ബോർഡറൊക്കെ ഉണ്ട്. പിന്നെ കാട് ഇയാൾ ബംഗ്ലാദേശിയാണ്. ഇപ്പോൾ ഉച്ചകായതുകൊണ്ട് ആളുമില്ല. ഏകദേശം രാത്രിയാവും നല്ല ആൾക്കാർ വരാൻ വേണ്ടി. ഓക്കെ ബൈ, ഇൻഷാല്ലാ. ഡിസ്കി 6 കേട്ടോ. ഡിസ്കി 6 ഇത് ഞാനാ കരുതി 300, പക്ഷെ മണിക്കൂറൊക്കെ 600 റിയാൽ കേട്ടോ. 600 റിയാൽ വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് ആരും ആളില്ല. വൈകുന്നേരം ആകുമ്പോൾ തുടങ്ങും. ഡിസ്കി 600 റിയാലാണ് ഒരു മണിക്കൂറേക്ക്. പക്ഷെ ആ ബോട്ടുണ്ടല്ലോ അത് 10 പോവാ. അത് മണിക്കൂറേക്ക് വാങ്ങിക്കുന്നുള്ളത് അത് 600 തന്നെ. പക്ഷെ അത് 15 മിനിറ്റേക്ക് അത് 200 റിയാൽ. ഇത് 15 മിനിറ്റേക്ക് ആണെങ്കിൽ 150 റിയാൽ കിട്ടും. അരമണിക്കൂറേക്ക് ഇത് 300 റിയാൽ. അത് അരമണിക്കൂറേക്ക് 300 റിയാലാണ്. അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് ചെയ്യണം നമ്പർ കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കാം. ആർക്കും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഫാമിലി ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. സ്റ്റേ ചെയ്യുന്നത് ഒരു കമ്പനി, ഒരു വലിയ കമ്പനീൻ്റെ എല്ലാം സ്റ്റാഫിനെല്ലാം ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഫോൺ നമ്പർ. താല്പര്യമുള്ള ഈ ഫോൺ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി കേട്ടാ. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് വിടാം.
ബോട്ട് 3 എണ്ണമായിട്ട് ഇവിടെ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. 3 എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ 2 എണ്ണം ഇപ്പോൾ അവിടെ ഇറക്കിയിട്ടുള്ളൂ. പിന്നെ അവിടെ ഇതുണ്ട് കേട്ടോ, ബൈക്ക്, സൈക്കിള്, സ്കൂട്ടി ഇതൊക്കെ അവിടെ റെൻ്റ് ഉണ്ട് കേട്ടോ ഓൺലൈനിൽ. നല്ല ഇതൊക്കെ നല്ല ലൈറ്റ്, രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര വൈബ്. അതിനകത്ത് ഫുൾ ലൈറ്റൊക്കെ ആക്കിയിട്ട് പാർക്കിൽ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ കഫീലിൻ്റെ ഈ കാണുന്നതും നമ്മുടെ കഫീൽ തന്നെ എടുത്തിട്ടുള്ളതാണ്. റിസോർട്ടും കഫീലിൻ്റെതാണ്. അതിൽ ആൾക്കാർ പോയിട്ട് റെൻ്റ് പോയിട്ട് അപ്പുറത്ത് കാണുന്ന കടലാണ്. ഞാൻ പറയാം റാ ടൈപ്പിലാണെന്നുള്ളത് കടലും. ഇവിടെ തന്നെ ബൈക്ക് റേസിംഗ് ഉണ്ട് കേട്ടോ. ബൈക്ക് അതായത് ദബ്ബാബ് കണ്ടില്ലേ, മണിക്കൂറൊക്കെ 80 റിയാലാണ് വാങ്ങിക്കുന്നത് മണിക്കൂറേക്ക്. രാത്രി നല്ല വൈബാണ്, ഫുള്ള് ലൈറ്റെല്ലാം ആക്കിയിട്ട്. പിന്നെ ഇവിടെ ജമ്പിങ്ങിൻ്റെ കാര്യമൊക്കെ നോക്കുന്നു. പിന്നെ 3 ചെറിയൊരു ബൂഫിയ പോലെ സാധനം 3 ഒന്നെടുത്തുകൊണ്ട് കേട്ടോ. ഇന്നലെ 3 ഉണ്ടായത് രാത്രി. പിന്നെ ഇതാണ് കുട്ടികൾ കളിക്കാനുള്ള ജമ്പിങ്. അത് കൊണ്ടല്ലോ വീക്കെൻഡ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതിന് ഞാൻ വീഡിയോ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ഞാൻ ഇത് ചെയ്യാം. നമ്മളെ കഫീലിൻ്റെ സ്റ്റാഫാണ്. ബഗ്ഗിയും കൊണ്ട് ബഗ്ഗി അതും റെൻ്റ് തന്നെ, മണിക്കൂറൊക്കെ 80 റിയാലെന്ന് വാങ്ങിക്കുന്നു. അതിലിങ്ങനെ സഫാരി ചെയ്യാൻ ഒക്കെ പുതിയ പുതിയ വില്ലകൾ ഇപ്പോൾ വന്നതാണ്. കടൽ നികത്തിയിട്ട് ഫുള്ള് ഉണ്ടാക്കുന്നതല്ലേ. ഫസ്റ്റ് നമ്മൾ കഫീലിൻ്റെ ഫസ്റ്റത്തെ വില്ല നേരെ കാണുന്നതായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങളത് പോയിട്ട് കാണും. ബാക്കിൽ കടലാട്ടാ, ഇപ്പോഴത് ആ ഭാഗത്താണ്. ഇതിൻ്റെ ബാക്കിലും കടലാണ്. അതിനപ്പുറത്താണ് നമ്മൾ പോയ സ്ഥലം അങ്ങ് അപ്പോൾ കാണുന്നതാണ്. കടലപ്പുറത്ത് കാണുന്നത് ഇതാണ് ആദ്യം ഉണ്ടായ വില്ല. നല്ല റെൻ്റ്. മാസം 1.5 ലക്ഷം, അല്ല മാസമല്ല, 1 വർഷത്തേക്ക് 1.5 ലക്ഷം റിയാലാണ് റെൻ്റ്. അപ്പുറത്തൊക്കെ കടലാണ്. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള വില്ല, കഫീലെടുത്തത് വില്ല ഇതാണ്. മൊത്തത്തിൽ 12 വില്ലുണ്ട് ഇതേപോലെ കേട്ടോ. ഇതിനപ്പുറത്ത് കടൽ ഞാൻ കാണിച്ചത്. ഏകദേശം ആൾക്കാരെല്ലാം പോയി. കുറേ വണ്ടിയുണ്ട്. ഇന്നലെ വരുമ്പോൾ 7 വണ്ടിയായിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ പോയി. ഇപ്പോൾ ഇതാ ഞാൻ പറയാം റാ ടൈപ്പ്. ഇതാണ് റാ ടൈപ്പ്. ഇത് മൊത്തം ഇങ്ങനെ കടലിങ്ങനെ ചുറ്റപ്പുറത്ത് ഇവിടെ. അത് പിന്നെ മെയിൻ അങ്ങോട്ടായി. ഇത് ഉള്ളിലേക്ക് കുറച്ച് ഇങ്ങനെ നീട്ടിയിട്ട് 2 സൈഡും നികത്തിയിട്ട് വില്ലകളുണ്ടാക്കി. അതേപോലെ തന്നെയാണ് അപ്പുറം. ഇവിടെ ഇപ്പോൾ വില്ലകൾ, അതിനപ്പുറം കടൽ കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം കടൽ നികത്തിയിട്ട് വില്ലകളുണ്ടാക്കി. അപ്പം അങ്ങനെയാണ് ഇത് മൊത്തത്തിൽ ഈ റിസോർട്ടുള്ളത്, അമ്പാജി റിസോർട്ട്. പിന്നെ നമുക്ക് അകത്തേറ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഫുള്ള് സാധനം ഫുള്ള് ലോഡാക്കി. അതിലിപ്പോൾ സാധനം ഫുള്ളാണ്. ഇതൊക്കെ റിയാദിന് വന്ന വണ്ടിയാണ്. നമ്മളത് മാത്രം ദമാമെന്ന്, ബാക്കിയുള്ള റിയാദിന് ഫുള്ള് സാധനം ലോഡായിക്കൊണ്ട് നിൽക്കാം. നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല.